Namaskaram. Yeah. Namaskaram. Yeah. Okay. Thank you. തുർക്കിയിലെ ഫുഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്താംബുളിലെ തുർക്കിയിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ നമുക്കറിയാം വിവിധ തരത്തിലുള്ള കുസീൻസാണ് ഇസ്താംബുളിൽ ലഭിക്കുന്നത്. പലതരത്തിലുള്ള കൾച്ചറിൻ്റെ ഒരു മിക്സാണ്. നമ്മൾ ശരിക്കും ചിലവ് കുറഞ്ഞതും ബെസ്റ്റ് റേറ്റഡും ആയിട്ടുള്ള 10 റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കബാബ് കഴിക്കാൻ പോവുകയാണ്. നമ്മുടെ പുറകിൽ കാണുന്ന ഷോപ്പാണ്. ഇസ്താംബുളിൽ സെൻട്രലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല റിവ്യൂ ഉള്ളൊരു റെസ്റ്റോറൻ്റാണ്. നമുക്ക് ഉള്ളിലോട്ട് പോകാം. ഇവിടുത്തെ കബാബിൻ്റെ പേര് ശരിക്കും ഷാക്ക് കബാബ് എന്നാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ വേൾഡിൽ തന്നെ ടോപ്പ് 10 വരുന്ന ബെസ്റ്റ് കബാബ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇവിടെ എന്നാണ് നമുക്ക് മനസ്സിലായത്. അതുപോലെ ധാരാളം വ്ളോഗേഴ്സും വന്ന് റിവ്യൂ ചെയ്യാറുണ്ട്. ഈ കാണുന്നതെല്ലാം പല ന്യൂസ് പേപ്പറിലായിട്ട് വന്നതാണ് കേട്ടോ. ശരിക്കും ഇവർ അത്ര ഫേമസ് ആണ്. ഇവിടുത്തെ കബാബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ചെത്തി എടുത്തിട്ട് ആ ഒരു മീറ്റ് എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ചാർക്കോളിൽ ഗ്രില്ല് ചെയ്തെടുത്ത് കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് പ്രത്യേക ടേസ്റ്റ് എന്നാണ് നമുക്ക് മനസ്സിലായത്. ഈ ഒരു റെസ്റ്റോറൻറ്റിലെ മെയിൻ ഡിഷ് തന്നെയാണ് ഈ പറഞ്ഞ കാഗ് കബാബ് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടേഴ്സൊക്കെ വന്നിരിക്കുന്നു. ഇതൊരു സ്വീറ്റാണ്. ഇത് കണ്ടോ എന്തോ ഒരു ചട്നിയാണ് കേട്ടോ. കുറച്ച് സവോള എന്തോ ഒരു പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ യോഗാട്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ സംഭവം. ഈ ഒരു കബാബ് കണ്ടോ. ഇത് ഇങ്ങനെ ഒരു പിടിയിൽ കോർത്തതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ റൊട്ടി പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതെങ്ങനെ കഴിക്കണം എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ചെടുക്കുന്നു, ഇതുപോലെ ഇങ്ങനെ എടുക്കുന്നു. കടുപ്പ് സാധനം. ഇവിടെ ഇസ്താംബുൾ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് വന്ന് കഴിക്കേണ്ട ഒരു കിടില സാധനം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഒരു പ്രത്യേകതരം വേവും അതിൻ്റെ രുചിയും കറക്റ്റ് വെന്തിട്ടുണ്ട്. സ്പൈസി ഒന്നുമല്ല, പക്ഷേ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഷാക്ക് കബാബിൻ്റെ മീറ്റ് ശരിക്കും നല്ല ടെൻഡറാണ്. ഈ ഒരു പാചക രീതി ശരിക്കും പറഞ്ഞാൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് മനസ്സിലായത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടോ. നമ്മൾ കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ട് ഈ കബാബ് ഒന്നും കൂടെ എക്സ്ട്രാ ഓർഡർ ചെയ്യാണ്. കാരണം ഞാനിവിടെ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കബാബാണ്. ഇത് കണ്ടോ, ഇത് വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ ധാരാളം അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പിന്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്താംബുളിലെ മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. അൾട്ടിമേറ്റ്. ഓക്കെ, അടുത്ത് നമ്മളൊരു ഇവിടെ നിന്ന് കിട്ടിയ ഒരു തൈര് നമ്മൾ ട്രൈ ചെയ്യണം കേട്ടോ. തൈര് കണ്ടോ, കണ്ടാൽ തന്നെ ഒരു കേക്ക് പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയുണ്ടോ നോക്കാം കേട്ടോ. വേറെ സംഭവമാണ്, കുളിച്ചിട്ടില്ല സംഭവം, പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. കിടിലമായിട്ടുണ്ട്. ഇതും നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടെ കോമ്പിനേഷനാണിത്. ഇതെനിക്ക് അറിയില്ല ഇതിൻ്റെ കൂടെ കഴിക്കേണ്ടതാണോ, പക്ഷെ നമ്മൾ ലാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ പുറകിൽ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ടർക്കിഷ് ട്രഡീഷണൽ ഡിഷ് കിട്ടുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻ്റാണ്. നമ്മളിപ്പോൾ ഉള്ളിലോട്ട് പോകാൻ പോവുകയാണ്. ഇവിടെ വരികയാണെങ്കിൽ നല്ല വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാം. ഓക്കെ, ഇത് ബഫലോ മിൽക്ക്, പിന്നെ കുറച്ച് ബ്രെഡ്, പിന്നെ ഇത് ചീസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡാണ്. ഇത് മിൽക്ക് കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അതിഥി കുടിച്ചോ? ഇവിടുത്തെ ഫേമസ് സാധനമാണ്.
ഇവിടുത്തെ ഫാമിൽ നിന്ന് തന്നെ എടുക്കുന്ന മിൽക്കാണ്. ഇഷ്ടപ്പെട്ടോ? ആ, അപ്പോൾ ടേസ്റ്റില്ല, അതുകൊണ്ട് കുടിച്ചോ. അതിഥിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പേര് ശരിക്കും കൈമ വിത്ത് ഹണിയാണ് കേട്ടോ. നമ്മൾ ബ്രെഡ് മുക്കി കഴിക്കുകയാണെങ്കിൽ നല്ല കിടിലമായിരിക്കും എന്നാണ് പറഞ്ഞത്. നല്ല ക്രീമി ആയിട്ടും നല്ല തിക്കായിട്ടുമാണ് എനിക്ക് ഇത് മനസ്സിലായത്. ഞാനൊരു ചെറിയ കഷ്ണം ബ്രെഡ് എടുത്തു. ഞാൻ ബ്രെഡ് എടുത്തിട്ട് ഇതിൽ മുക്കി കഴിക്കുകയാണ് കേട്ടോ. ഇതിലുള്ള സാധനം ഇത് ഹണിയാണ്. ഇവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. ഒരു പ്രത്യേക കോമ്പിനേഷനാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഹണി മിക്സാണ്, കിടിലം. അപ്പോൾ നമുക്ക് എഗ്ഗിൻ്റെ ഒരു ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഈ എഗ്ഗ് ബുർജി പോലത്തെ ഒരു സംഭവമാണിത്. എഗ്ഗ് ടൊമാറ്റോ ഒക്കെ ഇട്ടതാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടിയ സാധനം കൂടെയാണ്, പക്ഷേ ഇവിടെ നിന്ന് ഇത് സ്പെഷ്യൽ സാധനമാണ്. എങ്ങനെയുണ്ടോ നോക്കട്ടെ. ഈ ബ്രെഡ് വെച്ചിട്ടാണ് കഴിക്കേണ്ടത് കേട്ടോ. ഇതാണ് സംഭവം. കൊള്ളാം. കുറച്ചുകൂടെ ചില്ലി പൗഡറും കൂടെ ഇട്ടാൽ നമുക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുത്ത് കഴിച്ചു നോക്കാം. ഇതിൻ്റെ പേര് ശരിക്കും യുമുർത്ത എന്നാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ സ്പൈസ്ഡ് ബഫല്ലോ സോസേജ് വിത്ത് എഗ്സ് ആണ്. അപ്പോൾ ഇത് ഒരു നല്ല ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ ഇവിടുത്തെ ഫാമിൽ നിന്ന് തന്നെ എടുക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം. കഷ്ണം ബ്രെഡ് എടുത്തിട്ട് എല്ലാം ബ്രെഡ് വെച്ചിട്ട് കഴിക്കണം കേട്ടോ. ഞാൻ ഇതിൽ നിന്ന് ചെറുതായിട്ടൊന്നും എടുത്ത് കഴിക്കാൻ കേട്ടോ. എഗ്ഗ് പൊട്ടിച്ചെടുത്തു. കൊള്ളാം. ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു ഇതിനെക്കാട്ടി. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു റെസ്റ്റോറൻറ്റിലെ ഓണർ നമ്മുടെ അടുത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരേൽ കൊടുക്കാൻ കേട്ടോ. ഓക്കെ, സോ യു വിൽ എക്സ്പ്ലെയിൻ ഓർ യു? യാ, ഓക്കെ. Okay, sir, welcome. Yeah, thank you. So, how long this restaurant has been started? It's my grandpa building. Breakfast shop. This is 1908. 1908. Yes, from so more 1908. So more than 100 years. Yes, more than 100 years. Okay. I am third generation. Aha, okay. Yes. Okay. Yes, we do everything self. We have buffalo farm. Farm, okay. Yes, me and my brother, we are third generation. Okay, okay. All together 4 generations with Okay. our children. I see like 3 flags are here. Yes, we are also very famous in Korea. Korea, Everywhere, Japan. you know. Uh-huh. In Korean TV, they show us in CNBC, CNN channel, everywhere. In Germany, Sweden, Russia, you know. So- we do best kaima. Yeah. That's right. Okay, so you will become famous also in India, especially in Kerala. So we you know, hope, yeah, we yeah. hope, yes. Yes, In yes. Indian also buffalo. you Yeah, know. yeah, yes, Yes, yeah. I have so many customers from India. Also, they come every year, same again and again. Okay. You know, yes. So what is this This is buffalo sausage. sausage? You know, yes. Yeah, yeah, okay. No chemical. We don't put anything. Okay. This is just meat, buffalo meat. Yes. Okay. With this you will slice and prepare Yes, this. of course. We serve here. We Okay. don't sell out. We serve just with egg or just sausage. You know, Okay. like this. അപ്പം നമ്മൾ മലയാളികളെല്ലാം ഈ ഒരു റെസ്റ്റോറൻറ്റ് തീർച്ചയായിട്ടും വന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. സേ നമസ്കാരം in my language. How you? Hi. How Hi, are you? yeah, namaskaram. Namaskaram. Yeah. Namaskaram. Yeah. Okay. Okay, thank you. Okay, see you. Thank you. Bye bye. Bye bye. സ്ക്രീനിൽ കാണുന്നുണ്ടോ, പുള്ളിയുടെ ഫാമാണ് കേട്ടോ, ബഫല്ലോ ഫാമാണ്. ശരിക്കും പറഞ്ഞാൽ 100 കൊല്ലമായി ഈ ഒരു ഷോപ്പ്, ഈ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിട്ട്. പുള്ളി 3ാമത്തെ തലമുറയാണ്.
എന്നാണ് നമുക്ക് മനസ്സിലായത്. അതുപോലെ പല ചാനലുകളിലും പുള്ളി ഫേമസ് ആണ്. ഇൻ്റർനാഷണൽ ചാനലുകളിലെല്ലാം പുള്ളിയുടെ ആ ഡോക്യുമെൻ്ററീസൊക്കെ വരാറുണ്ടെന്നാണ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തുർക്കിയിൽ ഇസ്താംബുളിൽ വന്നിട്ട് നമുക്ക് നല്ല എക്സ്പെൻസീവായിട്ട് വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് വില കുറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വളരെ ബെസ്റ്റായിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ അത് നമ്മൾ പോകുന്നത് പോലെ ഇരിക്കും. നമ്മൾ പൊതുവേ ചെന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ കയറുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ 2 തരം മെനു ഉണ്ടാവും. ഏറ്റവും വില കൂടിയതായിരിക്കും നമുക്ക് കൊണ്ട് തരുന്നത്. ഇത് നേരത്തെ നമുക്കറിയാമായിരുന്നു. അതുകൊണ്ട് നമ്മൾ വളരെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിൽ മാത്രം പോയത്. വളരെ റിവ്യൂ ഉള്ളതും എന്നാൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള റെസ്റ്റോറൻറ്റ്സാണ് നമ്മളിപ്പോൾ പോയത്. ഫ്രണ്ട്സ് നോക്കൂ, അപ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുന്നത് ടാക്സിം സ്ക്വയറിലാണ്. ടാക്സിം സ്ക്വയറിൽ ധാരാളം ഡോണർ ഷോപ്സൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളടുത്ത് ട്രൈ ചെയ്യാൻ പോകുന്നത്. ടാക്സിം സ്ക്വയറിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഡോണർ ഷോപ്പാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇവിടുത്തെ ഡോണർ ഭയങ്കര ഫേമസ് ആണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അതിഥിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ശരിക്കും ടാക്സിമിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു ഷോപ്പാണ് നമ്മളെ പുറകിൽ കാണുന്നത്. ഇവിടെ നല്ല ദുരുമും അതുപോലെ ഡോണറും ഒക്കെ കിട്ടും. വളരെ രുചികരമാണ്. നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത ഒരു ദുരുമാണ്. ഇതിനകത്ത് കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് സ്പൈസി ആയിട്ട് എടുക്കാനാണ് പറഞ്ഞത്. കൊള്ളാം, നല്ല കിടിലൻ സാധനമാണ് കേട്ടോ. ശരിക്കും ഈ ഒരു പ്ലേസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്റ്റോറൻ്റ് ആണ്. ഇഷ്ടപ്പെട്ടോ കഴിച്ചിട്ട്? എങ്ങനെയുണ്ട്? ഇതാണോ ഇഷ്ടപ്പെട്ടത്? ഇതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് ഡോണറാണ്, ഇത് ദുരുമാണ്. അപ്പോൾ ഡോണറാണ് അതിഥിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. ഡോണർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു ബ്രെഡിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ ഒരു മീറ്റും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത്. അടുത്ത് നമ്മൾ ഒരു സ്പെഷ്യൽ സ്ട്രീറ്റ് ഫുഡാണ് കഴിക്കാൻ പോകുന്നത്. ഒരു ഫിഷ് സാൻഡ്വിച്ചാണിത്. ഇതുണ്ട് 1 മിനിറ്റിൽ ഏകദേശം 1 വെച്ചാണ് പുള്ളിക്കാരൻ ഉണ്ടാക്കുന്നത്. അത്രയും ചിലവാണിത്. ഈ ഒരു സാൻഡ്വിച്ച് ശരിക്കും ഗ്രിൽഡ് മാക്രോണി സാൻഡ്വിച്ച് എന്നാണ് കേട്ടോ പറയുന്നത്. ഇത് ലെറ്റ്യൂസും ഉണ്ട്, ഒനിയനുണ്ട്. ഇവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ആൾക്കാർ ട്രൈ ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു സാൻഡ്വിച്ചാണിത്. അപ്പോൾ ഗ്രില്ല് ചെയ്തെടുത്ത മീൻ, ലെറ്റ്യൂസ്, അതുപോലെ കുറച്ച് സവോള, നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. ഇതിലെന്തെങ്കിലും ഇട്ട് കഴിച്ചാൽ കുറച്ച് ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. വ്യത്യസ്തമായ ടേസ്റ്റാണ്. ഇതാണ് പിക്കിൾ ജ്യൂസ്. കുക്കുംബർ, ക്യാബേജ് ഒക്കെ ഇട്ടുണ്ടാക്കുന്ന പിക്കിൾ ജ്യൂസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹാഗിയ സോഫിയയിലാണ്. ഇവിടെ പല സ്ഥലത്തും സ്ട്രീറ്റിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ കോണൊക്കെ ഗ്രില്ല് ചെയ്ത് കൊടുക്കും. വളരെ ചീപ്പാണ് കേട്ടോ. 30 ലീറ മാത്രമേ ഉള്ളൂ. ഏകദേശം 75 രൂപയോളം വരും ഈ ഒരു കോണ് വാങ്ങാനായിട്ട്. നമ്മളിപ്പോൾ പോകുന്നത് അലി ഉസ്താ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ചെറിയൊരു ഇസ്താംബുളിലെ റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ. സംഭവം കണ്ടോ, നമുക്ക് തോന്നും ഇത് ചമ്മന്തിയാണെന്ന് കേട്ടോ മലയാളികൾക്ക്. പക്ഷേ ഇത് ചമ്മന്തിയല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രത്യേക കൂട്ടാണ്.
ഇത് ശരിക്കും ടൊമാറ്റോ അതുപോലെ ഉള്ളിയൊക്കെ ഇട്ട് പ്രത്യേക സ്പൈസസ് ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു കൂട്ടാണ് കേട്ടോ. അത് ഈ ഒരു റാപ്പറിൽ പൊതിഞ്ഞ് നമുക്ക് ഒരു ദുരുമെന്ന് പറഞ്ഞൊരു സംഭവമായിട്ട് തരും. ഇത് നല്ല കിഡിലെ സാധനമാണ്, നല്ല സ്പൈസിയാണ്, നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ പ്രത്യേകം പറയേണ്ടതെന്ന് വെച്ചാൽ വളരെ പൈസ കുറവാണ്. കാരണം 50 രൂപയേ ഉള്ളൂ ഒന്നിന്. നമ്മൾ ഇന്നലെ കഴിച്ചിട്ട് നമ്മൾ കണ്ടു, ഇന്നലെ കഴിച്ചതിൻ്റെ ബില്ല് തന്നെ ഏകദേശം 1700 ടർക്കിഷ് ലിറയായി. അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചീപ്പാണ്. ഈ ദുരും ശരിക്കും വെജിറ്റേറിയൻ ഡിഷാണ്. അതിൻ്റെ കൂടെ പറ്റിയൊരു കോമ്പിനേഷനാണ് ഈ അയരൻ. ചെറുതായിട്ട് മോരും വെള്ളത്തിൽ നമ്മൾ ഇഞ്ചിയിട്ട് കുടിക്കുന്ന ആ ഒരു സ്റ്റൈലാണ്. ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ദുരും. അടുത്ത നമ്മൾ പോകുന്ന റെസ്റ്റോറൻ്റാണ് സിയ കബാബ്. ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടുത്തെ ഒരു ഫേമസ് ഡിഷാണ് ലാംകുൺ എന്ന് പറയുന്നത്. നമുക്ക് ഉള്ളിലോട്ട് പോകാം. നമ്മളിപ്പോൾ ഇരിക്കുന്ന റെസ്റ്റോറൻറ്റിൻ്റെ പേര് സിയ സൊഫ്രാസി എന്നാണ്. ഇത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. മിതമായ പൈസ മാത്രമേ ഉള്ളൂ. അത്യാവശ്യം വലിയ കോസ്റ്റ്ലി അല്ല, എന്നാൽ എല്ലാ ഡിഷസും ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ടർക്കിഷ് പിസ്സ. അതിൻ്റെ പേര് ഇവിടെ പറയുന്നത് ലാംകുൺ എന്നാണ്. ലാംകുണിൽ ഈ തിന്നായിട്ടുള്ള പിസ്സയുടെ ആ ഒരു ക്രസ്റ്റിൻ്റെ മുകളിൽ ബീഫും അതുപോലെ തന്നെ ലാമ്പും ഇട്ടിട്ടാണ്, പിന്നെ കുറച്ച് ടൊമാറ്റോസും പെപ്പർ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ലാംകുൺ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നതും എനിക്ക് മനസ്സിലായത് ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ ഈ അടുത്തുണ്ടാക്കുന്ന ചെറിയ വേറെ ടൈപ്പ് പിസ്സയുണ്ട്, നീളത്തിൽ ബോട്ട് പോലെ ഇരിക്കുന്നത്. നമ്മളെ നാട്ടിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഡോ ആണ്, പിസ്സ ഡോ ആണ് ഈ ചെയ്യുന്നത്. മെനു ഉണ്ടോ, സൂപ്പേഴ്സ്, സ്റ്റാർട്ടേഴ്സ്, കബാബ്, അതുപോലെ സലാഡ്, പല വെറൈറ്റിയാണ്. ഇത് നമ്മുടെ നാട്ടിലെ ഉഴുന്നുവട പോലത്തെ ഒരു സംഭവമാണ്, കുഴപ്പമില്ല, കൊള്ളാം. ഇതെങ്ങനെയുണ്ട് നോക്കാം. ഇത് കുറച്ച് ലീവ്സൊക്കെ വെച്ചിട്ട് മുളകുണ്ട്, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ഏകദേശം ഉള്ളിവട പോലെയുണ്ട് നമ്മുടെ നാട്ടിലെ, കൊള്ളാം. ഇത് മീറ്റ് ബോളാണ്, ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. കേട്ടോ, മിൻസ്ഡ് മീറ്റാണ്. മിൻസ്ഡ് മീറ്റ് ഇതാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഈ മൂന്നിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ഒരു റെസ്റ്റോറൻറ്റിലെ മെയിൻ ഐറ്റം ഇതാണ്. ഇതിൻ്റെ പേര് ലാംകുൺ അങ്ങനെ എന്തോ ആണ്, പക്ഷേ എല്ലാവരും വന്നിട്ട് ഇവിടുന്ന് കഴിക്കുന്ന മെയിൻ സംഭവമാണ്. ഇതിൻ്റെ ഒരു ചെറിയ പിസ്സ പോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ക്രസ്റ്റ് ഭയങ്കര തിന്നാണ് കേട്ടോ, ഭയങ്കര തിന്നാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കൊള്ളാം. കുറച്ച് ലീവ്സ് ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, അതുപോലെ ഈ ഒരു ക്രസ്റ്റ്. അപ്പം നമ്മൾ ഡബ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നത്. ഇത് ബ്ലൂ മോസ്കിൻ്റെ ഏകദേശം അടുത്താണ്. ഇവിടെ കബാബ് അതുപോലെയുള്ള ടർക്കിഷ് ഡിഷസ് ഉണ്ടെന്നാണ് മനസ്സിലായത്. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറി. ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ചില്ലിയോ എന്തോ കബാബൊക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല റേറ്റാണ്, പക്ഷേ വേറെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അടുത്ത് ഉള്ള ഏകദേശം എല്ലാ റെസ്റ്റോറൻറ്റും അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ ഞാൻ 1-2 കബാബ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം കുറച്ച് സ്റ്റാർട്ടേഴ്സ് എത്തിയിട്ടുണ്ട്, കുറച്ച് ബ്രെഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ കുറച്ച് ചില്ലിയും പിന്നെ കുറച്ച് മയണൈസ് പോലത്തെ ഒരു സംഭവമാണ്. ഇത് കാണുന്ന പോലെ വലിയ എരിവൊന്നുമില്ല കേട്ടോ.
എന്നാലും കൊള്ളാം. നമ്മളെ മെയിൻ ഐറ്റം എത്തിയിട്ടില്ല, നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ തുർക്കിയിൽ വന്നിട്ട് ഇതാ സൂപ്പൊക്കെ കഴിക്കുകയാണ്. സൂപ്പും പിന്നെ ഇതാ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ സാധനമല്ല, പക്ഷേ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആളാണ്. അപ്പോൾ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്യാമെന്ന് വെച്ചു. സൂപ്പ് കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. സൂപ്പ് നല്ല ക്ലാസ് സാധനമാണ് കേട്ടോ, അടിപൊളി സാധനം. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? പൊതുവേ ടർക്കിഷ് ഡിഷ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്. നമുക്കറിയാം പല ട്രഡീഷണലിൻ്റെ ഒരു എന്താ പറയുക മിക്സാണ് ടർക്കിഷ് കുസീൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് തന്നെ ചുമ്മാ എടുത്ത് കഴിച്ചപ്പോൾ തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത മെയിൻ കോഴ്സാണ്, നമ്മുടെ മെയിൻ ഐറ്റമാണ് കബാബ് മിക്സാണിത്. കണ്ടിട്ട് തന്നെ ഇതെല്ലാം സാധനമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കുറച്ച് റൈസ്, കുറച്ച് ഓണിയൻ, അതുപോലെ കുറച്ച് മയണൈസ്, പിന്നെ അതുപോലെ പല ടൈപ്പ് കബാബാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത ഐറ്റം എത്തിയിട്ടുണ്ട്, ചിക്കൻ ഷിഷ് കബാബാണിത്. ഒരു സൈഡിൽ കുറച്ച് വെജിറ്റബിൾസും ഗ്രില്ല് ചെയ്ത് ഇതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്, എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ എടുത്ത് കഴിച്ചു നോക്കാം. ഒരു രക്ഷയില്ല, ഇത് ക്ലാസ് സാധനമാണ്. ചാർക്കോളിൽ ഗ്രില്ല് ചെയ്തിട്ട് ബാർബക്യൂൻ്റെ ഒരു സോസും എല്ലാം നന്നായിട്ട് പിടിച്ച് നല്ല കിടിലൻ സാധനം ഇത്. പിന്നെ ഇത് ലാമ്പാണ്, ഇത് ബീഫ്, കുറച്ച് റൈസ് വെച്ചിട്ടുണ്ട്, കുറച്ച് ഒനിയൻ, കുറച്ച് മയണൈസ്. നമ്മളെല്ലാം കഴിച്ചു കഴിഞ്ഞു, എല്ലാം അടിപൊളിയായിരുന്നു, നല്ല വിശപ്പായിരുന്നു. അതാണ് പിന്നെ അധികം ഒന്നും മിച്ചം വന്നില്ല. ഇനി ബില്ല് വന്നിട്ട് പറയാം. അപ്പോൾ നമ്മൾ ബ്ലൂ മോസ്കിനടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഡബ് എന്നാണ് അതിൻ്റെ പേര്. വളരെ നല്ല കിടിലൻ ഫുഡായിരുന്നു അവിടുത്തത്. പക്ഷേ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. നമ്മളിപ്പം 3 പേര് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 1600 ടർക്കിഷ് ലീറയോളമായി. അത് ശരിക്കും പറയാൻ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. ഓക്കെ, അപ്പോൾ അതിഥിയാണ് ഐസ്ക്രീം വാങ്ങാൻ പോകുന്നത്. ഇതാണ് ടർക്കിഷ് ഐസ്ക്രീം. അതിഥി ഐസ്ക്രീം കിട്ടുമോ? Italy. Yes, our Italy. Oh na 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 na. Hey, oh my God, bravo. Hey, കിട്ടി. Yeah, good show. Yes, come on, okay. Thank you. Okay. Wait, excuse. Oh my God. ഓക്കെ, അടുത്ത് നമ്മളൊരു ചെറിയൊരു നട്ട്സ് ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതെന്താ സംഭവം നോക്കാം. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് ഞാനിതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ നോക്കട്ടെ. നല്ല ചൂട് സാധനമാണ് കേട്ടോ. വാൽനട്ട് പോലെ ഉണ്ട്. ഇത് സംഭവം എന്ന് വെച്ചാൽ ചെസ്നട്ടാണ്. കൊള്ളാം. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് ശബരി ഉസ്ത എന്നാണ്. അപ്പോൾ നമ്മളിവിടെ കയറി ഒരു ഡോണർക്ക് ഓർഡർ ചെയ്യാനുള്ള പ്ലാനിലാണ്. ഇത് കണ്ടോ, ഒരു മോരും വെള്ളം കിട്ടിയിട്ടുണ്ട്. അടുത്ത് നമ്മളൊരു സീസർ സലാഡ് പറയാൻ പോവാണ്. ഇത് ചിക്കനും കൂടെ ഉള്ള കേട്ടോ. 230 ഡിറയാണിത്. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു ലിൻഡൽ സൂപ്പ് പറഞ്ഞു, പിന്നെ ചിക്കൻ ഡോണർ, പിന്നെ നമ്മൾ പറഞ്ഞത് ചിക്കൻ ഷിഷാണ്. ചിക്കൻ ഷിഷ് ഇതാണ്. ഇത് 270 രൂപയാണ്.
അതിഥി എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ഇഷ്ടപ്പെട്ടോ? ഡോണർ കബാബ് ചിക്കൻ അടിപൊളിയാണോ? ഇത് ലിങ്കൽ സൂപ്പാണ് കേട്ടോ. അതിഥി സൂപ്പ് ഇഷ്ടപ്പെട്ടോ? ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ അതിഥിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ ഷിഷ് എത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, ബ്രെഡും റൈസും കുറച്ച് ഓണിയനൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. അടിപൊളി, കൊള്ളാം. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മളൊരു സീസർ സലാഡാണ് പറഞ്ഞത് കേട്ടോ. സീസർ സലാഡ് ഇതിലിത് കണ്ടോ, ചിക്കനുണ്ട്, കുറച്ച് കോണ്, ടൊമാറ്റോ, അതുപോലെ ലെമൺ അങ്ങനെയുണ്ട്. ശരിക്കും ഞാൻ പ്രതീക്ഷിച്ച ചിക്കൻ ചെറിയ പീസാവുമെന്നാണ്, പക്ഷേ ഇതും അത്യാവശ്യം നല്ല രീതിയിൽ ചിക്കൻ വലിയ പീസസായിട്ടിങ്ങനെ സംഭവം കൊള്ളാം. ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാൽ പക്ഷേ ഇത് ഹെവി ആവുമെന്നാണ് തോന്നുന്നത് കേട്ടോ. നന്നായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയിൽ ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.